മാറിവിൽ കുട നീർത്തും. ആറാമത്തെ ക്ലിപ്പ് വന്നേ. എടാ പറ വൈകുന്നേരത്തെ ചിക്കൻ കറിന്ന് എന്റെ പീസ് നിനക്ക് തരാം. ആ ഫോണിൽ കിട്ടി താടാ. അയ്യ നിന്റെ പീസ് ആർക്ക് വേണം? എനിക്ക് ഈ പീസ് കണ്ടാ മതി. എന്റെ ഹരിത മോളെ ജബ്ബാറെ നീ എന്റെ പൊന്നനിയനല്ലടാ. ശരിക്കും പറഞ്ഞ നിനക്കൊരു തമിഴ്നാടന്റെ ചായ ഉണ്ടടാ. ഒന്ന് പതുക്കെ പറ, അല്ലെങ്കിൽ തന്നെ എനിക്ക് അതൊരു തമിഴന്റെ ചായയാണെന്നും പറഞ്ഞ് വാപ്പയും ഡെയിലി ഇടിയാണ്. ആ ക്ലിപ്പ് ഇങ്ങോട്ട് താടാ. ആ ഫോൺ മാറ്റിക്കോ, ആരോ വരുന്നുണ്ട്. കേബിൾ ടി വിക്കാരൻ പ്രായൻകുട്ടി മാപ്പിളയുടെ വീട് ഇത് തന്നെയാണാവോ? അതെ. നിങ്ങളുടെ ബാപ്പ നമ്പൂരി അങ്ങോട്ട് വിളിക്കാം. പക്ഷേ കടുത്ത ലാലേട്ടൻ ഫാനായ ഞങ്ങളുടെ വാപ്പാന്റെ വിശ്വരൂപം കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഞങ്ങളുടെ വാപ്പ ഇന്ന് വെറുമൊരു വാപ്പയല്ല, സകല ജിന്നുകളുടെയും രൗദ്രഭാവവും മുട്ടയിൽ ആവാഹിച്ചു കൂടെ കൊണ്ടു നടക്കുന്ന ആ മൂത്രിക്കുന്ന പേര് ഇബ്രാഹിം കുട്ടി എന്നാണ്. മനുഷ്യന്റെ എൻട്രി പഞ്ച് കളയാൻ കയറി വന്നോളും. അതെ, ഇല്ലത്തിപ്പോ കേബിള് കിട്ടണില്ല. ഒരു ത്രിസന്ധ്യ ആവുമ്പോ അങ്ങോട്ട് കട്ടാവും. അയ്യടാ, 2 മാസത്തെ കുടിശ്ശിക ഉള്ളത് കൊണ്ട് ഇല്ലത്തെ കേബിള് ഞാൻ തന്നെയാ കട്ട് ചെയ്തത്. ഐ കുടിശ്ശികയോ? കേബിളിന്റെ വാടക നോമ മാപ്രാണ് രമണിയുടെ കൈ കൊടുത്താണല്ലോ. താൻ എനിക്ക് തരേണ്ട കാശെന്തിനാണോ രമണിയുടെ കൈ കൊണ്ടുപോയി കൊടുത്തത്? ചുംബൻ, അതിപ്പോ തന്റെ കൈ തന്നാലും അവസാനം ആ കാശ് മാപ്രാണ് രമണിയുടെ കൈ തന്നെയല്ലേ? ഇറങ്ങടാ എന്റെ കുടുംബത്തിൽ നിന്ന്. ഐ ശിവശിവ, നോ പോണു. ഓരോരോ തോന്നിയാസങ്ങളെ. എന്റെ പിള്ളേര് നല്ല ബുദ്ധിയും വിവരമുള്ള ആളുകളായതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ലരും ആയിരുന്നെങ്കിൽ ബാപ്പാനിപ്പൊ തെറ്റിദ്ധരിച്ചേനെ അല്ലേടാ. എന്റെ മൊബൈൽ എങ്ങനെയാടാ നിങ്ങളുടെ കയ്യിൽ? അത് പിന്നെ ഞങ്ങളൊരു സിനിമ കാണാറുന്നു. ഏത് സിനിമ? വെടിവഴിപാട്. എടാ, നിങ്ങൾ സിനിമ തന്നെ അല്ല കണ്ടത്, അല്ലാതെ എന്റെ വാട്സാപ്പ് ഒന്നും തുറന്നു നോക്കിയില്ലല്ല. ഭാഗ്യം. അതെ, ഫോണിലൊന്നും കളിക്കണ്ട, നിങ്ങൾ TV കണ്ടാ മതി. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാട്സാപ്പിലൂടെ കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിത കേരളം വീഡിയോ ക്ലിപ്പ് കണ്ടവരെയും ഷെയർ ചെയ്തവരെയും ഉടനെ പിടികൂടുമെന്ന് കമ്മീഷണർ കുട്ടമ്പിള്ള അറിയിച്ചു. ക്ലിപ്പ് കൈവശം വെച്ചിട്ടുള്ളവരെ കുറിച്ച് സൈബർ സെല്ലിന് വിവരം ലഭിച്ചു കഴിഞ്ഞു. തെളിവ് ശേഖരിക്കുന്നതിനായി IG ഗീതാ പ്രഭാകരൻ സംഘവും പുറപ്പെട്ടു കഴിഞ്ഞു. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. ഞമ്മള് കുടുങ്ങി. അപ്പൊ നിങ്ങള് കണ്ടല്ലേ? അപ്പൊ മത്തനും കുമ്പളങ്ങ വയറഞ്ഞോക്കെ അഴിയെണ്ണ ഒരുങ്ങിക്കോ. വാപ്പ പേടിക്കണ്ട, ഞങ്ങളെ പോലീസ് പിടിക്കില്ല. ആണാ? അതെന്താ? ഇത് വാപ്പാടെ ഫോണല്ലേ, അപ്പൊ വാപ്പാനല്ലേ പിടിക്കോളൂ. ഓടാ കല്ല ഹിമാരെ, ആ ഫോണിങ് തന്നെ. അല്ല ഖദീജ, കുട്ടിയോള് കണ്ട്, ഇനി കെട്ടിയോളും കൂടെ കണ്ട നാണക്കേടാവും. എവിടാണ് മനുഷ്യ? നമ്മളെ ക്ലിപ്പ് കണ്ടാ? എന്ത്? നമ്മളെ ക്ലിപ്പ് കണ്ടാന്ന്. അടച്ചോനെ, നിന്റെ ക്ലിപ്പ് ഇറങ്ങിയാ? പൊന്നിക്ക, മുടിയിലിടുന്ന ക്ലിപ്പ് പേടിപ്പിച്ച് കളഞ്ഞല്ല ബാദൂരി. നിങ്ങളെ മോന്ത എന്താണ് പീസ് ഇല്ലാത്ത ബിരിയാണി കിട്ടിയതുപോലെ ഇരിക്കണത്? ഒരു പീസ് കിട്ടിയതിന്റെ പാടാണ് ഈ പെടണത്. എന്ത് പീസ്? ഞാൻ പറയാം, പക്ഷെ നീ ഇത് കേട്ടിട്ട് ഒച്ചപ്പാടുണ്ടാക്കരുത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞുക്കാ. എന്റെ ചെവി ഇങ്ങോട്ട് കൊണ്ടുവാ. എന്റെ കെട്ടിയോനും പിള്ളേരും പിഴയും തല്ലി പോയേ. അവളോട് പറഞ്ഞാലും ഭേദം വല്ല പത്രത്തിലെങ്ങാനും കൊടുത്താൽ മതിയായിരുന്നു. ഒന്നും മിണ്ടാണ്ടിരിക്കാനാ? നമ്മടെ നിക്കാഹിന്റെ അന്ന് നിന്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുത്ത് ബെടക്കല്ലേ? വൃത്തികെട്ട പാപ്പായും മക്കളും കൂടി ജീവിക്ക്. ഞാൻ പോവാണ്. എനിക്ക് തങ്കം പോലത്തെ ഒരു വാപ്പയും ഉപ്പയുണ്ട്. ഞാൻ ഓരോരുത്തേക്ക് പോവും. അല്ല വാപ്പ. കണ്ട മനുഷ്യ, മനസ്സൊന്നും നൊന്തപ്പോ സ്നേഹനിധിയായ ബാപ്പ ഇവിടെ പറ
എത്തി. എന്നിട്ട് ഇങ്ങേർക്ക് ചെറുകൊന്നും കാണാനില്ലല്ലോ. മോനെ ഇബ്രാഹിം കുട്ടി, ഓ, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല മാമ. ഇവക്കടെ ഒച്ച ആ സ്റ്റേഡിയത്തിന്റെ അവിടെ വരെ കേക്കായിരുന്നല്ലേ? അത് പിന്നെ മാമ, എനിക്കൊരു അബദ്ധം പറ്റി. ഒരെണ്ണമില്ല, 6 ഒരാഴ്ച. പിന്നെ മാമ, എന്റെ മൊബൈലില് ഒരു 6 ക്ലിപ്പ് വന്നു. അതാ ഇവിടെ പ്രശ്നം. ക്ലിപ്പാ? അല്ലാ, അതെന്ത് ഹലാക്കാണ്? അതൊരു പെണ്ണിന്റെ വീഡിയോ ക്ലിപ്പാണ്. ഏത് പെണ്ണിന്റെ? ഞമ്മടെ മോള് ഖദീജയുടെ? അല്ല മാമ, വേറൊരു പെണ്ണിന്റെ. നമുക്ക് ഞമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 40 വർഷമായി. ഇവക്കടെ ഉമ്മാടെ മോന്തയല്ലാതെ വേറൊരു പെണ്ണിന്റെ മോത്ത് പോലും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, അറിയാവാ? ഞാനും വേറെ ആരുടെയും മുഖത്ത് നോക്കാറില്ല മാമ. എടാ, മനുഷ്യനായാൽ നിയന്ത്രണം വേണം, സംസ്കാരം വേണം, തറവാടിത്തം വേണം. അത് പിന്നെ മാമ, ഒരു ദുർബല നിമിഷത്തിൽ. ഏത് ദുർബല നിമിഷത്തിൽ? ഇന്ന് വരെ നമ്മൾ ഒരു പെണ്ണിന്റെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പണ്ടൊക്കെ ഇത് നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വരവ് കണ്ട ആൾക്കാർ വഴിമാറി തരുമായിരുന്നു, അറിയാവാ? ഇതെന്തോ മറ്റേ അസുഖമുള്ള പോലെയല്ലേ നടക്കണ. ആരായാലും വഴിമാറി തരൂ. അല്ല, ഇത്രക്ക് സംസ്കാരം ഇല്ലാത്തന്റെ കൂടെയാണല്ലോ പടച്ചോനെ എന്റെ മോളെ ഞാൻ പറഞ്ഞയച്ചത്. മാമ, ഒരു ദുർബല നിമിഷത്തിൽ. ഈ ദുർബല നിമിഷം കണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നത്. അല്ലോ ഉമ്മ. മോളെ, ഉമ്മാടെ ജീവിതം ഒരു മരപ്പെട്ടി നക്കിടി. എന്ത് പറ്റുമ്മ? ഈ നിക്കണ മനുഷ്യനെ നമ്മൾ ഇപ്പൊ മൊയ്യൊല്ലും. അല്ലോ എന്റെ വാപ്പാനെ. ആ, നിന്റെ വാപ്പാടെ മൊബൈലിലെ 6 ക്ലിപ്പ് കിടക്കണെന്ന്. എന്നാ പിന്നെ അസ്സലാമു അലൈക്കും. അതെ, നിക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ. ഒരു ദുർബല നിമിഷത്തിൽ അല്ലോ, അല്ല, ബെസ്റ്റ് തറവാടിത്തം. കിളവനും കിളവിയും കൂടെ ഇനി ജയിലിൽ പോയി കടന്നോളി. ഇത് നമ്മുടെ കയ്യിലിരുന്നാലേ കുഴപ്പമുള്ളൂ. ഇന്ന് മുതൽ ഇത് നിന്റെയാണ്. എന്നാ പിടി. എനിക്ക് മനസ്സിലാവില്ല. മോളെ അവിടെ നിക്കാൻ. അല്ല, ഇനി ഇതും എന്റെ തലയിലായ. ഇക്ക. ഖദീജ, ഇപ്പൊ ഈ അവസരത്തിൽ നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ എന്നെയും ഈ ഫുട്ബോൾ വിഴിഞ്ഞോനെയും ഈ നരിച്ചിലിനെയും പോലീസ് കൊണ്ടുപോകും. ഇക്ക, ഞാനുണ്ട് നിങ്ങളെ കൂടെ. ഈ എടങ്ങേറിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു പറ. വാപ്പാ, പോലീസ് നമ്മളെ പിടിക്കുവോ? നമ്മളൊന്ന് ആലോചിക്കട്ടടാ. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ആരെങ്കിലും ചോദിച്ചാൽ ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇനി ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇക്കാക്ക് ഒരു ടെൻഷനും ഇല്ലേ? എന്തിന്? അല്ല മനുഷ്യ, അപ്പൊ ആ ക്ലിപ്പ്. ഒരു ക്ലിപ്പ് ഇവിടെ വന്നിട്ടുമില്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല. പക്ഷെ കിടിലൻ ക്ലിപ്പായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ക്ലിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കണം നമ്മളെ പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടരുത്. നമ്മൾ പോയി തെളിവെല്ലാം നശിപ്പിച്ചിട്ട് ആ ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് വരാം. മ്യൂസിക്. അതെ, ഞമ്മക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടെത്തി. ഇനി ഞാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിനോട് പറയണം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പോലീസ് ചിലപ്പോ തിരിച്ചും മറിച്ചും ചർച്ച നടത്തിയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറിച്ചും തിരിച്ചൊക്കെ ഉത്തരം പറയണം. ചിലപ്പോ നിങ്ങളുടെ കൺമുന്നിൽ വച്ച് നിങ്ങളുടെ ഉമ്മയെ തല്ലിയെന്നൊക്കെ ഇരിക്കും. ഉമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച മതിലിൽ കൊണ്ടുപോയി ഇടിച്ചെന്നിരിക്കും. പാവം നിങ്ങളുടെ ഉമ്മയുടെ കണ്ണം കാലിൽ കരിങ്കല്ല് കൊണ്ട് അടിച്ചെന്നിരിക്കും. പാവ ഉമ്മ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ആ സത്യം തുറന്ന് പറയരുത്. പടച്ചോനെ, പക്ഷേ നിങ്ങളുടെ ബാപ്പാന്റെ രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കരുത്. അല്ലോ, അപ്പൊ നമ്മുടെ കാര്യം. പേടിക്കണ്ട, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പുതരാം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജയിലിൽ പോവൂല. അപ്പൊ പോലീസ് വരുമല്ലേ പാപ്പാ? വരും, ഉറപ്പായിട്ടും വരും. സാർ,
ഈ നിൽക്കുന്നതാണ് ഇബ്രാഹിം കുട്ടി. ആ ക്ലിപ്പ് അയച്ച മൊബൈലേ ഇവന്റെ കയ്യിലുണ്ട്. തനിക്ക് ഉറപ്പാണോ? എനിക്ക് ഉറപ്പുണ്ട് മാഡം. എന്നാ ചോദിക്ക്. ഇപ്പൊ കേരളം മൊത്തം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന 7 ക്ലിപ്പും നിന്റെ മൊബൈലിൽ നിന്ന് വന്നെന്ന് ഞങ്ങൾക്കറിയാം. ആ ക്ലിപ്പ് മൊബൈലിൽ എടുക്കടാ. സഹദേവ, അന്റെ പ്രൊഫൈൽ പിക്ചറിൽ ലൈക്ക് അടിക്കാത്തതിന്റെ ചുരുക്ക് ഈ നമ്മളോട് കാണിക്കരുത്. അപ്പൊ നിന്റെ ഇല്ല? എന്നാ നീ പൊക്കോ. മാഡം, അവന്റെ ഉള്ളിൽ കള്ളത്തരുണ്ടെങ്കിൽ അവൻ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിക്കോ. എവിടെ നോക്കണില്ലല്ലോ. നോക്കും. എവിടെ? ബ്രാൻകുട്ടി പണ്ടാരടങ്ങാനായിട്ട് അവൻ നോക്കണില്ലല്ലോ. ഒരു ചെവി കേൾക്കാൻ പാടില്ലേ? മാഡം, നല്ല പോലീസ് മുറ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തത്ത പറയണ പോലെ മറുപടി പറയും. അത് ശരി, ചോദ്യം ചോദിക്കാൻ പോവേണ്ടല്ലേ? ചോദിക്ക് ചോദ്യം കേട്ടാ, ചോദിക്കേ. ഈ ക്ലിപ്പ് ലീക്കായ ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ തൊടുപുഴ പാറപ്പള്ളിയില് കാച്ചറപ്പിള്ളിയത്തിന്റെ ധ്യാനം കൂടെ പോയതാണ്. എടാ മുസ്ലിങ്ങളായ നിങ്ങൾ എന്തിനാണ് കാച്ചറപ്പള്ളിയച്ചന്റെ ധ്യാനത്തിന് പോയത്? ധ്യാനം കൂടാനല്ല, കൊച്ചിൻ കാർണിവൽ കാണാൻ പോയതാണ്. തൊടുപുഴയല്ല, കൊച്ചിൻ കാർണിവല്ല. അതെ, അവനെ തെറ്റിപ്പോയതാണ്. ശരിക്കും ഞങ്ങൾ ആണ്ട് നേർച്ചയ്ക്ക് പോയതാണ്. അവിടെ നല്ല കഞ്ഞിയൊക്കെ കിട്ടുവേ. ഓക്കെ, അവിടെ നിന്ന് വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ചിട്ട് നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോയി? കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ ഹോട്ടലിലേക്ക് പോയി. ഓ, കഞ്ഞി എന്താടോ ഭക്ഷണമല്ലേ? നിങ്ങൾ എന്ത് ഭക്ഷണോട് പിന്നെയും പോയി കയറ്റിയത്? ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി. എന്നിട്ട് അവര് കഴിച്ചത് മട്ടൻ ബിരിയാണിയാണെന്നല്ല പറഞ്ഞത്. എന്നോട് വെജിറ്റബിൾ ബിരിയാണി കഴിച്ചത് പറയാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ മട്ടൻ ബിരിയാണി കഴിച്ചാലുള്ള പട്ടി. ഇത് ഇവന്മാരുടെ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരുമല്ലോ. മാഡം, ഞാൻ ഈ സ്ത്രീയെ ഒറ്റക്കപ്പുറത്തെ റൂമിൽ കൊണ്ട് ചോദ്യം ചെയ്താലാ? അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവൂലെന്നേ. അതെന്താ ശരിയാവാത്തത്? എന്നെ എന്താ വിശ്വാസം ഇല്ലേ? ആരിനല്ല, ഇവളെന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. ഓക്കെ ഓക്കെ, നിർത്ത്. മൂക്കറ്റം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടാണ് പോയത്? ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് നേരെ നേരെ come on, come on. നേരെ Come on, tell me. നേരെ പിന്നെ ഞങ്ങള് കൈ കഴുകാൻ പോയി. Shit. ഭക്ഷണം കഴിച്ചാ പിന്നെ എല്ലാവരും കൈ കഴുകൂലേ? ഞങ്ങളുടെയൊക്കെ കഴുകൂലല്ലോ. അതെന്താ? എന്നിട്ട് കൈയൊക്കെ നക്കി തുടച്ചാ പിന്നെ കഴുകേണ്ട കാര്യമില്ലല്ലോ. ഓ എന്റെ മാഡം, ഇവരോടൊക്കെ പോലീസ് മുറയിൽ ചോദിച്ചാലേ കാര്യമുള്ളൂ. ഈ ഉണ്ണി ഗണപതിനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. ഇവിടെ വാടാ. അയ്യോ സാറേ, ഞങ്ങളുടെ കുഞ്ഞു ഭാഗത്തെ ഒന്നും ചെയ്യരുത്. എന്റെ മോനൊന്നും ചെയ്യല്ലേ. സഹദേവ, വേണ്ട. ചെയ്യല്ലേ. എന്റെ മോനൊന്നും ചെയ്യല്ലേ. ദോ, ചെറിയ പയ്യനല്ലേ? എന്താടോ അവിടെ നടന്നത്? ആദ്യം കുരിച്ചു നിർത്തി കൂമ്പിനടിച്ച്, പിന്നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി, എന്നിട്ട് അവസാനം 2 ചെവിയും പോത്തിരു ഒറ്റാട്ടി. എന്ത് ദ്രോഹമാടോ താൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ചെയ്തുകൂടാന്ന് അവനോട് പറ. ആ പിശാച് ഇടിച്ചിട്ട് കൂമ്പ് കലക്കി. മിസ്റ്റർ സഹദേവൻ, ഇവന്റെ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഇവിടെ എത്തണം. ഈ തള്ളക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ മതി. തല്ലുകൊള്ള മൊത്തം ഞാനും. വാട്ട്? സാക്ഷികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ആരൊക്കെയാണ് അവർ? കണ്ടക്ടർ സുരേഷ്. മുരളി, കഴിഞ്ഞ 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ നിങ്ങൾ ടിക്കറ്റ് തന്നില്ല. ഇന്ന് അത് പറ്റില്ല, ടിക്കറ്റ് തരണം. ഹോട്ടൽ നടത്തുന്ന രമേശ്. കുറെ നാളായോ ഈ കഴിഞ്ഞ 2-ാം തീയതി ധ്യാനത്തിന് വന്നതിന്റെ പിറ്റേ ദിവസമല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് ആഹാരം കഴിച്ചു. ലോഡ്ജ് നടത്തുന്ന സതീഷ്. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഡബിൾ റൂമിന് 650 രൂപ ടാക്സ്. ഇതിനു മുമ്പ് ഇവിടെ താമസമുണ്ടെന്ന് എനിക്ക് ടാക്സ് ഇല്ലാതെ മുറി തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി ഇയാളുടെ ബസ്സിൽ നിന്നും ഇബ്രാഹിം കുട്ടി ടിക്കറ്റ് എടുത്തെന്നാണ് ഇയാൾ പറയുന്നത്. ശരിയാണോടാ? തന്നെ സാറേ, 2-ാം തീയതി ടിക്കറ്റ് എടുത്തായിരുന്നു. അതെന്താ തനിക്ക് ഇത്ര ഉറപ്പ്? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് ഇയാളെ പല തവണ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടുള്ളതാ. പക്ഷെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇയാൾ ഇങ്ങോട്ട് ചോദിച്ചോന്ന് ടിക്കറ്റ് എടുത്തൂന്നേ. ഓഹോ, ദിവസവും 100 കണക്കിന് ആളുകൾ വന്ന് ബിരിയാണി കഴിച്ചിട്ട് പോകുന്നതല്ലേ? പിന്നെ താൻ എങ്ങനെ ഇവരെ മാത്രം ഓർത്തു വെച്ചു? അവരുടെ തീറ്റ കണ്ട മറക്കൂല സാറ്. അത് ശരിയായിരിക്കും. അത് സത്യം പറഞ്ഞ 2 ആഴ്ച പഴക്കമുള്ള ബിരിയാണിയാണ് കൊടുത്തത്. അത് തിന്നിട്ട് സൂപ്പറാണെന്ന് പറയുന്ന ഫാമിലിനെ മറക്കാൻ പറ്റുമോ സാറേ? എടാ ദുഷ്ട, പിന്നെ 2 ദിവസം ഞാൻ കക്കൂസിന്ന് എണീറ്റിട്ടില്ല. മിസ്റ്റർ സതീഷ്, ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങളുടെ ലോഡ്ജിൽ ഇയാൾ റൂം എടുക്കാൻ വന്നിരുന്നോ? അയ്യോ, 2-ാം തീയതി മാത്രമല്ല സാറേ, വേറെ പല തീയതികളിലും ഇയാൾ ഓരോ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലോഡ്ജിൽ ഈ പരിപാടി പറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞോ? ഏത് പെണ്ണിനെയും കൊണ്ടാ ലോഡ്ജിൽ പോയത്? അതൊരു ദുർബല നിമിഷത്തിൽ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കേസിനകത്ത് പോകും? ഖദീജ, നീ ധൈര്യമായിട്ടിരിക്കെ. തൊണ്ടി കിട്ടാതെ ഈ തെണ്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രക്കായ ഇങ്ങോട്ട് വാടാ. ഇവിടെ വരാൻ പറഞ്ഞപ്പോ കിടന്ന് കൊതർന്ന വലിക്കരുത്. മിസ്റ്റർ സഹദേവൻ. യെസ് മാഡം. അയാള് പറഞ്ഞത് ശരിയാണോ? തൊണ്ടി മുതലായ ഫോൺ കിട്ടാതെ ഈ കേസിന് മുമ്പോട്ട് പോവില്ല.
അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഫോൺ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. ആരാത്? I am Moidu Ramayar from CBI. ഇയാൾ അതിസമർത്ഥമായി ഒളിപ്പിച്ച തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടച്ചോനെ കൊയഞ്ഞ എവിടെയാണ് സർ? പറയൂ. ഈ അടുത്ത് പണി കഴിഞ്ഞ പോലീസ് സ്റ്റേഷന്റെ തറയുടെ അടിയിലാണ് ഇയാൾ തൊണ്ടി മുതൽ കുടിച്ചിട്ടിരിക്കുന്നത്. സാറേ, ഒരുപാട് കഷ്ടപ്പെട്ട ഞമ്മളത് അവിടെ കുഴിച്ചിട്ടത്. എന്നാലും സാറിന് അത് എങ്ങനെ പൊടി കിട്ടി? മിസ്റ്റർ ഇബ്രാഹിംകുട്ടി, ഇത് മനസ്സിലാക്കാൻ ഒരു CBI ഓഫീസറുടെ മാസ്റ്റർ ബൈനോ സിക്സ്ത് സെൻസോ ഒന്നും വേണ്ട. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ദൃശ്യം എന്ന സിനിമ മാത്രം കണ്ടാൽ മതി. ആ സിനിമയും അതിന്റെ ക്ലൈമാക്സും ഞാനെന്നല്ല ഒരു മലയാളിയും മറക്കില്ല. എന്നിട്ടും അത് മറന്ന രണ്ട് വിഡ്ഢികളെ ലോകത്തുള്ളൂ. അത് ഇവരാണ്. ഒരു ദുർബല നിമിഷത്തിൽ Both of you are suspended. അയ്യോ, അപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? ആഹാ, ആ ക്ലിപ്പ് കണ്ടതിന്റെ പേരിലാണെങ്കിൽ എന്നെ മാത്രം അറസ്റ്റ് ചെയ്താ പോരാ. ഇവിടെ ഇരിക്കണ എല്ലാത്തിനും പിടിച്ചകത്താക്കണം. ശരിയാ, ഒരു ക്ലിപ്പ് കണ്ടതിന്റെ പേരിൽ നമ്മൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് വിട്ടേ. ആഹാ, അപ്പൊ സാറും കണ്ടല്ലേ കള്ളൻ? അത് ഒരു ദുർബല നിമിഷത്തിൽ മ്യൂസിക്